നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം പ്രശസ്ത ജ്യോതിഷാചാര്യൻ ശ്രീ KV സുഭാഷ് തന്ത്രി അവർ. അദ്ദേഹത്തെ നമുക്ക് പ്രണവത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം സാർ, പ്രണവമലയിലെ ക്ഷേത്രപൂജകളിലെ പ്രത്യേകതകളൊന്ന് വിശദീകരിക്കാമോ? പ്രണവമലയിലെ ദേവതാ ചൈതന്യങ്ങളുടെ പൂജാ സംവിധാനങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത, ഇവിടെ അയിത്തവും അനാചാരവുമില്ല, ജാതീയമായ യാതൊരുവിധ അടയാളങ്ങളോ വേർതിരിവുകളോ ഒന്നും തന്നെയില്ല. അതിനേക്കാൾ ഉപരി എല്ലാ ദേവീദേവന്മാരുടെയും യഥാർത്ഥ മൂലമന്ത്രങ്ങൾ ചൊല്ലിയാണ് ഇവിടെ പൂജകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പൂജ ചെയ്യുന്ന പൂജാരിമാരെല്ലാം എൻ്റെ ശിക്ഷണങ്ങളാണ്. പുണ്യാഹം കെട്ടുന്നതിന് 3/4 മണിക്കൂർ സമയമെടുത്ത് സകല ദേവതാദികളുടെയും മൂലമന്ത്രങ്ങൾ ചൊല്ലി അവസാനം ആകാശഗംഗയെ ആവാഹിച്ച് ആ പുണ്യാഹ തീർത്ഥത്തിലേക്ക് വരുത്തി അതിനുശേഷമാണ് പുണ്യാഹം പൂർണ്ണതയിലെത്തിച്ച് അതിന് ജീവനും പ്രാണനും പ്രതിഷ്ഠയെല്ലാം കൊടുത്ത് ഈ പുണ്യാഹ തീർത്ഥം തളിച്ചുകൊണ്ട് വേണം ക്ഷേത്രാങ്കണത്തിലേക്ക് പ്രവേശിക്കാൻ. മറ്റുള്ള ക്ഷേത്രത്തിലൊക്കെ നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ഓടിക്കയറി ക്ഷേത്രത്തിലേക്ക് എത്താം. അവസാനമാണ് അവിടെ ഭഗവാനെ തൊഴുതതിന് ശേഷമാണ് തീർത്ഥം സേവിക്കാൻ തരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കും, നമ്മുടെ ഓരോ കാര്യങ്ങൾ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്ന വിചിത്ര വ്യത്യാസങ്ങൾ. നമ്മുടെ ക്ഷേത്രത്തിൽ അങ്ങനെയല്ല. ക്ഷേത്രത്തെ മതിൽക്കെട്ടിൻ്റെ അകത്തേക്ക് കയറുന്നതിന് മുമ്പാണ് ഭക്തനെ ശുദ്ധിയാക്കുന്നത്. അപ്പോൾ മറ്റൊരു ക്ഷേത്രങ്ങളിലോ ഈ അയിത്തവും അനാചാരം നിലനിൽക്കുന്ന ക്ഷേത്രങ്ങളിലെ മണ്ടത്തരം നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അവിടെ ക്ഷേത്രത്തിൽ ചെന്ന് ദേവചൈതന്യത്തെ മൂർത്തിയെ തൊഴുതതിന് ശേഷമാണ് പുണ്യാഹവും നമുക്ക് തൊടുന്നതിന് കുറി തൊടുന്നതിനുള്ള പ്രസാദവും ലഭിക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്ഷേത്രത്തിൽ നേരെ തിരിച്ചാണ്. ക്ഷേത്ര കവാടത്തിലാണ് പുണ്യാഹ തീർത്ഥം വെച്ചിരിക്കുന്നത്. ഈ പുണ്യാഹ തീർത്ഥം തളിച്ചുകൊണ്ട് വേണം നിങ്ങൾ ഭഗവാന്റെ മുമ്പിൽ എത്തിപ്പെടുവാൻ. അപ്പം അത്രയ്ക്ക് വ്യത്യാസമാണ്. അപ്പോൾ ഈ ക്ഷേത്രത്തിൽ വന്ന് തൊഴുതു പോകുമ്പോഴുണ്ടാകുന്ന ഗുണങ്ങൾ സ്വയം മനസ്സിലാക്കാം. ഇവിടെ മഹാഗണപതിയുടെ മൂലമന്ത്രം തന്നെ സാധാരണ പൂജാരിമാർ ഓം ഗം ഗണപതയെ നമ എന്നാണ് പറയുന്നത്. അത് തന്നെ ചിലർ പറയുന്നത് ഗം എന്ന് പറഞ്ഞാൽ മതി. എന്തൊരു സുഖമല്ലേ! അപ്പോൾ നമുക്ക് രാജാവ് നമ്മുടെ ഭവനത്തിലേക്ക് വരുമ്പോൾ വാ എന്നിങ്ങനെ കാണിച്ചാൽ മതിയോ? ഇപ്പോൾ രാജാവിന് വരുമ്പോൾ നമ്മൾ മറിച്ച് വലിയ ഉപചാരത്തോടുകൂടി അദ്ദേഹത്തെ ആനയിച്ചു കൊണ്ടുവന്നാലുള്ള ഗുണം എന്താ? വളരെ സന്തുഷ്ടനായി നമ്മളുടെ വീട്ടിലേക്കാണ് വരുന്നതെങ്കിൽ അത്ര കണ്ട് സമൃദ്ധി നമുക്ക് നൽകും. മറിച്ചാണെങ്കിലോ അധിക്ഷേപിക്കുന്ന പോലെയാണ് സ്വീകരിക്കുന്നതെങ്കിലോ ആ അറയിൽ കിടക്കുന്ന ഉടവാളെടുത്ത്, ഇപ്പോൾ രാജാവൊന്നും ഇല്ലട്ടെ എന്നാലും പറയാണ്, ഉടവാളെടുത്ത് വെട്ടിക്കൊന്നുകളെ. അപ്പോൾ അത്രയ്ക്ക് വ്യത്യാസമാണ്. അപ്പോൾ ഇവിടെ മഹാഗണപതിയുടെ യഥാർത്ഥ മൂലമന്ത്രമായിട്ട് ഓം നമോ ഭഗവദേവം ഐ ഹ്രീം ശ്രീം ഓം ശ്രീം ഹ്രീം ക്ലീം ക്ലം ഗം ഗണപതായേ വരദ വരദ സർവജനമേ വശമാനായ സ്വാഹ ശ്രീ മഹാഗണപതി ശ്രീം പാതുകാം പൂജയാമീ നമ തർപ്പയാമീ നമ. ഇങ്ങനെയാണ് മൂലമന്ത്രം ചൊല്ലുന്നത്. ഈ മൂലമന്ത്രം ചൊല്ലിയിട്ടാണ് ഇവിടെ പൂജകൾ ചെയ്യുന്നത് മഹാഗണപതിയുടെ അടുത്ത്. അപ്പോൾ എല്ലാ ദേവീദേവന്മാരുടെ അടുത്തും സമ്പൂർണ്ണ മൂലമന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ടാണ് ഇവിടെ ദേവതാ മന്ത്രങ്ങൾ ഉപയോഗിക്കുന്നത്. അല്ലാതെ കണ്ടിട്ട് മുറിയും മുണ്ടനും ചൊല്ലി ഗം എന്ന് ചൊല്ലിയാൽ പോലും ഗണപതി വന്നിരിക്കുമെന്നല്ല പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഹൈന്ദവം പഠിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾക്കെല്ലാവരും ഒരുപാട് പേര് വന്ന് പ്രഭാഷണങ്ങൾ നടത്തുക. ഏറ്റവും കൂടുതൽ ജനങ്ങളെ മോശമായി പറ്റിച്ചുകൊണ്ടിരിക്കുന്ന സപ്താഹം വായനക്കാരാണ്. ഒരു തർക്കവുമില്ല. അവർ സപ്താഹം ഭാഗവതം വായിച്ചുകൊണ്ട് പറയും, എൻ്റെ കൃഷ്ണ നീയല്ലേ ഇതെല്ലാം കൊണ്ടുവന്നേ, ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം, കൃഷ്ണ നീ തന്നെ ഇതെല്ലാം കൊണ്ടുവന്നു. അപ്പോൾ കൃഷ്ണൻ കൊണ്ടുവന്നത് കൊണ്ടാണ് നിങ്ങൾ ജാതീയമായി താഴേക്ക് പോയത്. അതുകൊണ്ട് നിങ്ങൾ അടിമകളാണ്, അനുഭവിച്ച് തന്നെ വളരണം. ഇത് കേട്ട് വളരുന്ന ജനങ്ങൾക്ക് എപ്പോഴെങ്കിലും എനിക്ക് സ്വയം രക്ഷപ്പെടണം എന്നൊരു മോഹമുണ്ടാവുമോ? ഒരിക്കലും ഉണ്ടാവില്ല. അതാണ് ഇവരുടെ തന്ത്രം. ഈ തന്ത്രത്തിൽ പെട്ടുപോയവരാണ്. എന്നിട്ട് പറയും സർവ്വ മായയാണ്. ഈ മായയെ അതിജീവിക്കുന്നതിന് വേണ്ടിയാണ് ഭാഗവതം വായിച്ചാൽ മാത്രം മതി. അപ്പോൾ എല്ലാ കുറ്റവും കൃഷ്ണൻ്റെ മണ്ടയിൽ കൊണ്ടുവന്നിട്ടു. അപ്പോൾ ഭഗവാനാണ് അവിടെ ജനങ്ങളെ കബളിപ്പിച്ചത്. യഥാർത്ഥത്തിൽ ഭഗവാനാണോ? അങ്ങനെ ഭഗവാൻ കബളിപ്പിച്ചിരുന്നെങ്കിൽ ഈ കൊറോണ കാലഘട്ടം നമുക്ക് സമ്മാനിച്ച മഹനീയമായ ഈ ക്ഷേത്ര സമുച്ചയം എന്നെ കൊണ്ട് നിർമ്മിക്കാൻ സാധിക്കില്ലായിരുന്നു. ഇപ്പം നിങ്ങളറിയേണ്ടതാണ്, കൊറോണയാണ് സമ്മാനിച്ചത്. കാരണം നമ്മുടെ സമൂഹത്തിൽ പാരമ്പര്യവാദികളെല്ലാം വല്ലാതെ എതിർത്തുകൊണ്ടിരിക്കുന്നു. ക്ഷേത്രം നിൽക്കുന്ന നാട്ടിലുള്ള ജനങ്ങളും എതിർത്തുകൊണ്ടിരിക്കുന്നു. ആ സ്ഥലത്താണ് ഇത്രയും മഹത്തായിട്ട് ഇത്രയും വിപുലമായ രീതിയിൽ ഒരു ക്ഷേത്ര സമുച്ചയം പടുത്തുയർത്താൻ സാധിച്ചത്. ഇതെല്ലാം കൊറോണ കാലഘട്ടം സമ്മാനിച്ച വലിയ ഭാഗ്യമാണ്. ആ സമയത്ത് നമുക്ക് ഒരുപാട് കൺസൾട്ടേഷൻ ഉണ്ടായിരുന്നു. പൈസയ്ക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഞാൻ രാത്രി പകലുകളെല്ലാം ഒരേപോലെ ഉപയോഗിച്ചു. നമുക്ക് കൺസൾട്ടേഷൻ രാത്രി 11 മണി 12 മണി വരെ ഉപയോഗിക്കും. കാരണം എന്താ? നമുക്ക് ക്ഷേത്ര നിർമ്മിതിക്ക് പൈസ വേണം.
അപ്പോൾ അധ്വാനത്തിലൂടെ തന്നെ നേടാൻ സാധിച്ചു. ഇതെല്ലാം ഈശ്വരൻ നൽകിയ ഏറ്റവും വലിയൊരു മഹാഭാഗ്യമാണ്. അപ്പോൾ ഈ ഭാഗ്യം നിങ്ങൾക്കും ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ 22 ക്ഷേത്രങ്ങൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് എത്തിപ്പെട്ടാൽ ഓരോ ക്ഷേത്രത്തിലും 108 പൂർണ്ണ പ്രദക്ഷിണം നടത്തിയാൽ തന്നെ ജീവിതത്തിലുണ്ടാകുന്ന വലിയ മാറ്റങ്ങൾ, ഈ മാറ്റങ്ങൾ സ്വയം ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ഒരാൾ പോലും പിന്നീട് ആത്മീയതയുടെ പിന്നിൽ നിന്നും ഒളിച്ചോടുകയില്ല. അപ്പോൾ ജീവിതം വിജയിക്കണമെന്നുള്ളവർ തീർച്ചയായിട്ടും ഒരിക്കലെങ്കിലും പ്രണവമലയിൽ എത്തിപ്പെടുക തന്നെ വേണം. നമസ്കാരം, എന്റെ പേര് ശരത് ചന്ദ്രൻ, വെഞ്ഞാറമൂട്ടിൽ നിന്നാണ് വരുന്നത്. ഞാൻ 2017 മുതൽ സാറിന്റെ വീഡിയോസ് TV ചാനലിലൂടെ കാണുന്നുണ്ടായിരുന്നു. അതിനുശേഷം കണ്ട് ഒരു വ്യത്യസ്തമായ ജ്യോതിഷ രീതികൾ കണ്ടതിന് ശേഷം മുമ്പ് ഒരുപാട് ജ്യോതിഷന്മാരെ പിറകെ നടന്നിട്ടുണ്ട്, പൂജയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് മാറ്റം വരാത്തത് കൊണ്ട് ഒന്ന് പരീക്ഷിച്ച് നോക്കാം എന്ന് വിചാരിച്ചു വന്നത്. അപ്പോ 2017 ശേഷം 2018 ജൂൺ ആയപ്പോഴത്തേക്ക് സാറിന്റെ നേരിട്ട് കാണാനായിട്ട് ശ്രമിച്ചു, അന്ന് നടന്നില്ലായിരുന്നു. എന്നിട്ട് നേരിട്ട് സാറിന്റെ ജ്യോതിശാലയത്തിലേക്ക് എത്തുകയും ഗണപതി LS വാങ്ങുകയും ചെയ്തിരുന്നു. ഗണപതി LS വാങ്ങി കറക്റ്റ് ഒരു 5 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പൂജയിലേക്ക് 5-6 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പൂജയിലേക്ക് എത്താൻ സാധിച്ചു. 2019 ഫെബ്രുവരിയിലായിരുന്നു പൂജ. പൂജ കഴിഞ്ഞു. വീട്ടിലൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടായിരുന്നു. മാനസികമായിട്ടും ബാക്കി സാമ്പത്തികമായിട്ടൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നായിരുന്നു. അതിനുശേഷം ഇടയ്ക്ക് വെച്ചിട്ട് വീണ്ടും നെഗറ്റീവ്സ് വന്നായിരുന്നു. അപ്പോ വീണ്ടും ചെറിയ പിന്നിലേക്ക് പോക്ക് അനുഭവപ്പെട്ടപ്പോ വീണ്ടും സാറിന്റെ അടുത്ത് വിളിച്ച് ചോദിച്ചു. എന്നിട്ട് ഇവിടെ വന്നിട്ട് സാറിന് ചെറിയൊരു ദക്ഷിണയിൽ അതൊക്കെ വായിച്ച് മാറ്റി തന്നു. അതിനുശേഷം സാറ് ഓൺലൈൻ വഴി ജ്യോതിഷ പഠനം ആരംഭിച്ചിരിക്കുന്നെന്ന് അറിഞ്ഞതിനു ശേഷം ജ്യോതിഷം പഠിച്ചു തുടരുകയും ഇപ്പോൾ ഞാൻ കൊട്ടാരക്കര ജ്യോതിശാല ഇട്ടിട്ടുണ്ട്, അവിടെ നോക്കുന്നുണ്ട്. അതിനുശേഷം ഇടയ്ക്കിടയ്ക്ക് നെഗറ്റീവ്സ് വരുന്ന സമയങ്ങളിലൊക്കെ ഇവിടെ വന്നിട്ട് ചെറിയ ദക്ഷിണയിൽ സാറ് ആവാഹിച്ച് മാറ്റി തരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ക്ഷേത്രത്തിലേക്ക് വരുമ്പോഴത്തേക്ക് സാറ് നഗരാഞ്ജന ക്ഷേത്രത്തില് 1 രൂപ നാണയം തലക്കിഴിഞ്ഞ് പ്രാർത്ഥിച്ചാൽ തന്നെ നമ്മുടെ താൽക്കാലികമായിട്ടോ അല്ലെങ്കിൽ ചെറിയ തടസ്സങ്ങളോ ആ നിമിഷം തന്നെ നമുക്ക് മാറി കിട്ടുന്നതാണ്. സാധാരണ തിടപ്പള്ളി അല്ലെങ്കിൽ എന്താ പറയാ ക്ഷേത്രത്തിനകത്തേക്ക് കയറുമ്പോഴത്തേക്ക് എല്ലാ ജനങ്ങളും ഷർട്ട് ഊരിയിട്ടാണ് അകത്ത് കയറുന്നത്, പുരുഷന്മാർ. ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇവിടെ വസ്ത്രത്തിനൊന്നും പ്രത്യേകിച്ച് പ്രാധാന്യം കൊടുക്കുന്നില്ല. അതേപോലെ നിവേദ്യ സമയത്ത് ഭക്തർക്ക് തൊഴാനുള്ള ഭാഗ്യമുണ്ട്. അങ്ങനെ ഒരുപാട് റിസൾട്ട് ഇവിടുത്തെ ക്ഷേത്രങ്ങളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. നന്ദി, നമസ്കാരം. ഇന്നത്തെ പ്രണവം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം ടു ദി പ്രൊഡ്യൂസർ, ലേഡീസ് അവർ, കൗമുദി TV, പേട്ട, തിരുവനന്തപുരം. നന്ദി, നമസ്കാരം.